പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ അവകാശമാക്കി തന്ന ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയാണ്, കൃപാലുവാണ്, ദയാലുവാണ്, ദീർഘക്ഷമയുള്ളവനാണ്, നമ്മെ ആദരിക്കുന്നവനാണ്, ബഹുമാനിക്കുന്നവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മെ സൗഖ്യമാക്കുന്നവനാണ്, നമ്മോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരങ്ങളിൽ മാത്രമല്ല, നരയ്ക്കുവോളം ലോകാവസാനത്തോളം നമ്മോടുകൂടെ ഇരിക്കാം. നാം പോകുന്നിടത്തൊക്കെ നമ്മോടുകൂടെ വരാം, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ എത്ര വലിയ ആവേശം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് തനിക്ക് വാദവരാതെ സംസാരിക്കാൻ കഴിയും. ആ സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് മനുഷ്യരോട് വ്യക്തമായി ആധികാരികമായി സംസാരിക്കാൻ കഴിയും. സ്വർഗം കണ്ടിട്ടില്ലാത്തവർക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആധികാരികത ഉണ്ടാകുകയില്ല, കേട്ടുകേഴ്വി മാത്രമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പല ഉപമകളിൽ കൂടെ മനുഷ്യരോട് സ്വർഗരാജ്യം എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തതിൻ്റെ കാരണം താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് നല്ല അറിവ് തനിക്കുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മനുഷ്യന് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മനുഷ്യന് മാറാൻ കഴിയും എന്നുള്ളതായി വലിയൊരു ജ്ഞാനം മനുഷ്യരിലേക്ക് കടന്നു വരികയുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങത്തക്ക നല്ല വേരോട്ടമുള്ളതായ വചനങ്ങൾ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. ധാരാളം ഉപമകൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപമകളിൽ ഒന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർഗരാജ്യം ഒരു മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കുവാൻ അതികാലത്ത് പുറപ്പെട്ട ഒരു ഉടയവനോട് സദൃശം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ആ സ്വർഗരാജ്യത്തിൻ്റെ ഉടമ എത്ര വലിയവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മുന്തിരിത്തോട്ടത്തെ ഉപമപ്പെടുത്തിക്കൊണ്ട് യേശു സംസാരിക്കുകയാണ്. സ്വർഗരാജ്യം നോക്കൂ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം താൻ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ഉടയവനെക്കുറിച്ച് പറയുന്നു, അതിലെ ജോലിക്കാരെ കുറിച്ച് പറയുന്നു. എത്ര ജോലിക്കാരെ അതിനാവശ്യമുണ്ട്, എത്ര ഉണ്ടെങ്കിലും എടുക്കും. 1000-ങ്ങളോ 10,000-ങ്ങളോ ജോലിക്ക് തയ്യാറാണെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് എടുക്കും. കാരണം തികയത്തില്ല, അത്രയ്ക്ക് ബൃഹത്താണ് ആ മുന്തിരിത്തോട്ടം, വലിപ്പമുണ്ട്. ധാരാളം മുന്തിരി കൃഷിയുള്ള ഒരു വലിയ, നമ്മുടെ ജീവിതത്തിൽ ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതായ വലിയൊരു മുന്തിരിത്തോട്ടം. ഇങ്ങനെ ഓരോ മണിക്കൂറുകളും ഇടവിട്ട് ചന്തസ്ഥലത്ത് പോയി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വലിയൊരു മുതലാളി. ആ മുതലാളിക്ക് പ്രത്യേക ചില സ്വഭാവങ്ങൾ, ചില തത്വങ്ങൾ. ആ തത്വങ്ങൾ കേൾക്കുമ്പോൾ ജോലിക്കാർക്ക് വലിയൊരു ആവേശം, എനിക്കും കൂടെ പോകണം. അങ്ങനെ താൻ അനേകായിരങ്ങളെ റിക്രൂട്ട് ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ലേബർ മാർക്കറ്റുണ്ട്, തൊഴിലാളി ചന്ത. രാവിലെ 3 മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചന്തസ്ഥലത്തോ ജംഗ്ഷനിലോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ചില കോണുകളിലൊക്കെ ചെന്നാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വട്ടം കൂടി നിൽക്കുന്നത് കാണും. ഓരോരുത്തരുടെയും കയ്യിൽ ചില ടൂൾസ് ഉണ്ട്. താൻ മേശരിയാണ്, ആശാരിയാണ്, ഇല്ലെങ്കിൽ വേറൊരു കൽപ്പണിക്കാരനാണ്, ഇന്ന തൊഴിലാളിയാണെന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടൂൾസും കാണും. എന്നാൽ ഒരു തെളിവുമില്ലാത്ത കുറേ പേരുണ്ട്. അവരെങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ജോലിക്ക് കയറാൻ വേണ്ടി ഹെൽപ്പേഴ്സായിട്ട് കയറാൻ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ചില കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അടുത്തിടെ വരെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മളിൽ പലരും തന്നെയും
ഇങ്ങനെയൊക്കെയുള്ള ലേബർ മാർക്കറ്റിൽ പോയി അതിരാവിലെ വട്ടം കൂടി നിന്നവരിൽ പെട്ടവരാണ്. തൊഴിലിന് വേണ്ടി ആരെങ്കിലും വിളിക്കും, ആരെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി വന്ന് വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രത്യാശയോടുകൂടി. എന്നാൽ ആരും വിളിക്കാത്തവരുമുണ്ട്, ജോലി കിട്ടാത്തവരുമുണ്ട്. എല്ലാ ദിവസവും ജോലി കിട്ടണമെന്നില്ല. ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിൽ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഇല്ലെങ്കിൽ ഭർത്താവിനോടും വേണ്ടപ്പെട്ടവരോടും ആശ്രിതരോടും ഒക്കെ പറയും, ഞാൻ വൈകിട്ട് വരുമ്പോൾ ഇന്നത് വാങ്ങിത്തരാം. നമുക്കറിയാം, തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ദിവസ കൂലിക്കാർ അവർ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പറയും, പപ്പ എനിക്ക് നാളെ ബുക്ക് വാങ്ങിക്കണം, എനിക്ക് പേന വാങ്ങിക്കണം, സ്കൂളിൽ ഫീസ് കൊടുക്കണം, എനിക്ക് വസ്ത്രം വേണം, അത് വേണം, ഇത് വേണം. അവരുടെ ഓരോരോ ആവശ്യങ്ങൾ ഈ പിതാക്കന്മാരോട് പറയും. ആ പിതാക്കന്മാർ അതെല്ലാം കേട്ടുകൊണ്ടാണ് ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ്. എന്നാൽ ചില മിടുക്കന്മാർ പെട്ടെന്ന് ജോലിക്ക് കയറും. കാരണം അവർക്ക് ആരോഗ്യമുണ്ട്, അവർ നല്ല വിദഗ്ധരായ ജോലിക്കാരാണ്, അവരുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്, അവർക്ക് ഒരുപാട് പരിചയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവരെ ജോലിക്ക് ആദ്യം വിളിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇന്ന് നമ്മോട് കർത്താവ് എടുത്തു കാണിക്കുന്ന ഒരു വിഭാഗം 20-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കൂട്ടരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയാമോ? കുറേ പേർ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്ന 11-ാം മണി നേരത്ത് ചിലർ ചന്ത സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ ഇംഗ്ലീഷിൽ സ്റ്റാൻഡിങ് ഐഡിൽ. എന്താണ് ഈ ഐഡിൽ? നിഷ്ക്രിയരായിട്ട്, പ്രവർത്തിക്കുന്നില്ല, അവർക്ക് പ്രവൃത്തിയൊന്നുമില്ല, അനങ്ങാപ്പാറ പോലെ നിൽക്കുകയാണ്. ഒരു വാഹനം ഓടിക്കൊണ്ടിരുന്ന വാഹനം ഓടാതിരിക്കുമ്പോൾ അത് ഐഡിലാണെന്ന് പറയും. ഒരു മെഷീൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കുറേ നാൾ കഴിയുമ്പോൾ അതിനെന്തെങ്കിലും കേടുപാടുകൾ വന്നത് പ്രവർത്തിക്കാതെ ഒരു സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ അത് ഐഡിലാണെന്ന് പറയും. പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമാണ്, പ്രവർത്തിക്കാൻ തക്ക ശേഷിയില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപത്തോ കേടുപാടുകളോ വന്ന് പ്രവർത്തനമില്ലാതെ കിടക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തനമില്ലാത്ത ഒരു വാഹനം നമ്മൾ വാങ്ങുമോ? പ്രവർത്തിക്കാത്ത ഒരു എഞ്ചിൻ വാങ്ങുമോ? ഐഡിയലായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഗതി നമ്മൾ വാങ്ങുമോ? വാങ്ങുകയല്ല, ജോലിക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുമോ? ഏതെങ്കിലും ഒരു ഉപകരണങ്ങളാണെങ്കിൽ അത് പ്രവർത്തനക്ഷമമല്ല എങ്കിൽ ആ ജോലി സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ആരും കൊണ്ടുപോകില്ല, എല്ലാവരും തഴഞ്ഞു വിടും. 11-ാം മണി നേരത്ത് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വന്നപ്പോൾ ചന്തസ്ഥലത്ത് ഐഡിയലായിട്ട് പ്രവർത്തനരഹിതരായി നിൽക്കുന്ന ചിലരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര നേരമായിട്ടും മെനക്കെട്ട് നിൽക്കുന്നതെന്ത്? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 7-ാം വാക്യത്തിൽ അവർ കൊടുക്കുന്ന ഒരു മറുപടി ഹൃദയത്തെ സ്പർശിക്കും, നമ്മുടെ ഹൃദയത്തെ ഭിത്തികളെ ഉടയ്ക്കും, നമ്മുടെ കണ്ണുകളിൽ വെള്ളം നിറയും. എന്താണെന്നറിയാം? യജമാനനെ ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായികയാൽ. പ്രൈസ് ദി ലോർഡ്. ആരും കൂലിക്ക് വിളിക്കാത്ത ഒരു കൂട്ടരെ കുറിച്ചുള്ളതായ, അവരിൽ അടങ്ങിയിരിക്കുന്നതായ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ അന്ന് പ്രസംഗിച്ചത്. അവരെ ആർക്കും വേണ്ട, പ്രവർത്തനരഹിതരാണ് അവർ. ഒരു കാലത്ത് പ്രവർത്തിച്ചു ആരോഗ്യമുള്ളവരാണ്, ഇപ്പോൾ രോഗികളായി. അവരുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും പുലർത്തണം. വൈകുന്നേരത്ത് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ, ഭാര്യ ചെവിയിൽ മന്ത്രിച്ചതായ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കുവാൻ ഒരു വലിയ നെട്ടോട്ടം. എങ്ങനെ അത് സാധിക്കും? മിക്ക ദിവസങ്ങളിലും ആരുപോലും വിളിക്കാത്ത ദിവസങ്ങളാണ്. വൈകുന്നേരത്ത് ദുഃഖിതരായി കൈകൾ രണ്ടും മലർത്തി കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും മുൻപിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിസ്സഹായതയെ വെളിപ്പെടുത്തുന്നതായ മനുഷ്യർക്കൂട്ടം. എന്നാൽ അങ്ങനെയുള്ളവരെ തേടി വന്ന ഒരു യജമാനനെ കുറിച്ചാണ് യേശു സ്വർഗരാജ്യത്തിൻ്റെ അടയാളം, ലേബൽ, ബാനർ വെച്ചുകൊണ്ട് ഇതാ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കുവാൻ അധികാലത്ത് പുറപ്പെട്ട ഒരു വീട്ടുടയവനോട് സദൃശ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ അധികാല പ്രഭാതത്തിൽ ഇതാ നമ്മെ വിളിക്കുവാൻ ഒരാൾ കടന്നു വന്നിരിക്കുകയാണ്.
നമ്മളിൽ പ്രവർത്തിക്കുവാൻ കഴിവില്ലാതെ, അല്ലെങ്കിൽ ജോലി ചെയ്യുവാൻ കഴിവില്ലാതെ, ആരോഗ്യമില്ലാതെ, പ്രത്യാശയില്ലാത്ത ജീവിതം, നിഷ്ക്രിയരായി പ്രവർത്തനരഹിതമായ അനേക ജീവിത സാഹചര്യങ്ങളെ നമ്മൾ കാണിച്ചുകൊണ്ട് നമ്മൾ കൈമലർത്തി നമ്മുടെ സങ്കടാവസ്ഥയെ അവരോട് പറയുകയാണ്, ഞങ്ങളെ ആരും കൂലിക്ക് വിളിച്ചില്ല. ആർക്കും വേണ്ടാത്ത ചില മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആർക്കും വേണ്ടാത്തവർ നമ്മുടെ ഇന്ത്യയിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ആരും വിളിക്കാത്തവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുണ്ട്. ആരും ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആരോടും ചേരാത്തവർ നമ്മുടെ ഭവനത്തിലുണ്ട്. ആരിലും ഒതുങ്ങാത്തതായ ചിലരൊക്കെ നമ്മളിൽ തന്നെയുണ്ട്. അവരെ കർത്താവിന് വേണം. അവരെ പ്രവർത്തിപ്പിക്കുവാൻ കഴിവുള്ളതായ ഒരു ഉടയവനിതാ വന്നിരിക്കും. അവനറിയാം ഈ നിഷ്ക്രിയരായിട്ടുള്ളവരെ എങ്ങനെ പ്രവർത്തന സജ്ജമാക്കാം. അതൊരു വലിയൊരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളൊന്ന് ഉറന്നു നോക്കും. നമ്മളെ ആരും വിളിക്കാത്ത വ്യക്തികളായി, ഭവനങ്ങളായി, കുടുംബങ്ങളായി നമ്മൾ എത്രയോ കാലങ്ങളായി അവിടെവിടായി ആരെങ്കിലും നമ്മളെ വിളിക്കുമെന്നുള്ള ആശയോടുകൂടെ കാത്തിരിക്കുന്നതായ അനേക സാഹചര്യങ്ങൾ. പ്രകാശം കാണാതെ സ്വർഗരാജ്യത്തിൻ്റെ പേര് പോലും കേൾക്കുവാൻ അവകാശമില്ലാതെ, ദൂരെ നിന്നുപോലും സ്വർഗമെന്നുള്ളൊരു വാക്ക് കേൾക്കുവാൻ വിധിയില്ലാത്ത അടിമത്തം അനുഭവിക്കുന്ന മനുഷ്യർ. 11-ാം മണി നേരത്ത് വിളിച്ചുകൊണ്ട് പോകുന്നവർക്ക് എന്ത് കൂലിയാണ് കൊടുക്കുക? എന്ത് കിട്ടാനാ? എന്തെങ്കിലും അല്പം വല്ലോ, കുറച്ച് സമയമല്ലേ ജോലി ചെയ്തുള്ളൂ. പക്ഷെങ്കിൽ അവർക്ക് ഫുൾ ശമ്പളം കൊടുക്കുന്ന ഒരു ഉടയവനെയാണ്, ഒരു മുതലാളിയാണ് കർത്താവ് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, സ്വർഗത്തിൻ്റെ ഉടയവൻ, സ്വർഗരാജ്യത്തിൻ്റെ ഉടയവൻ, സ്വർഗരാജ്യത്തിൻ്റെ അധിപതി, സ്വർഗരാജ്യത്തിൻ്റെ അവകാശി, സ്വർഗരാജ്യത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ, സ്വർഗരാജ്യത്തിൻ്റെ ഡയറക്ടർ, മാനേജർ, ചെയർമാൻ, ഏത് തസ്തിക വേണമെങ്കിലും നിങ്ങൾ കൊടുക്കൂ. ആ സ്വർഗരാജ്യത്തിൻ്റെ സകല അധികാരവും കൈയാളുന്നവൻ. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം എനിക്ക് നൽകിയിരിക്കുന്നുവെന്ന് സർവശക്തിയോടുകൂടെ അടിസ്ഥാനമായി ശത്രുവിനോട് വാതുകെട്ടി സംസാരിക്കുവാൻ അവകാശമുള്ള ഒരു വ്യക്തി യേശു. ആ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പല നാളുകളായി നീ മെനക്കെട്ട് നിന്ന അനുഭവത്തിൽ നിന്ന്, പ്രവർത്തനരഹിതമായ ഒരു അനുഭവത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറുന്നു. പ്രത്യാശ, ജീവിതത്തിൽ പ്രത്യാശ. ആ പ്രത്യാശ മാത്രമല്ല, മറ്റുള്ളവരോട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മുഴുശക്തിയോട് പ്രവർത്തിക്കുന്ന ചിലരോട് തത്തുല്യമായ ഒരു അനുഭവം നിനക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ദൈവം ആരെയും തള്ളിക്കളയാതെ, തങ്കൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവം, സകലർക്കും നീതിയോടെ കൊടുക്കുന്നതായ ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ സ്നേഹമാണ് ഈ പകൽക്കാലത്തിൽ സ്വർഗരാജ്യം നമുക്ക് തരുന്നത്. എത്ര വലിയ സമാധാനമാണ്. ലോകം തരാത്ത സമാധാനം, നമ്മുടെ കൂട്ടുകാർ തരാത്ത സമാധാനം, നമ്മുടെ നാട്ടുകാർ തരാത്ത സമാധാനം, നമുക്ക് വേണ്ടപ്പെട്ടവർ തരാത്ത സമാധാനം. ഈ സമാധാനത്തിൻ്റെ അവകാശികളാകുവാൻ വേണ്ടിയാണ് ഈ പ്രഭാത വചനം നിങ്ങളിലേക്ക് എത്തുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്നുകൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇതെത്ര പ്രാവശ്യം വായിച്ചാലും നമ്മുടെ ജീവിതത്തിലെ ആവേശത്തിന് ഒരു മതി വരില്ല. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് ഒരു തിമിർപ്പാകില്ല. വീണ്ടും വീണ്ടും കവിഞ്ഞു വരുന്ന സന്തോഷം. കാരണം നമ്മെ ആർക്കും വേണ്ടാത്തവരായിരുന്നു, ആരും വിളിക്കാത്തവരായിരുന്നു, ആരും ഇഷ്ടപ്പെടാത്തവരായിരുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അനേക കുടുംബ ജീവിതങ്ങളിൽ ആർക്കും വേണ്ടാത്തവരാണ്. ഭാര്യ, ആർക്കും വേണ്ടാത്ത ഭാര്യമാരുണ്ട്, ആർക്കും വേണ്ടാത്ത ഭർത്താക്കന്മാരുണ്ട്, ആർക്കും വേണ്ടാത്ത മാതാപിതാക്കളുണ്ട്, ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഗോഡ് ബ്ലെസ് യു.